ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാനായിട്ട് പോകുക 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട 49 ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ്. ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കുവാനായിട്ട് പരിശ്രമിക്കുമല്ലോ. സ്നേഹമുള്ളവരെ, 2026 സെപ്റ്റംബർ 27 നടക്കുന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായി 100 പരീക്ഷകളടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ അടച്ച് ഈ 100 പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും മെസ്സേജ് അയക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഗൂഗിൾ ഫോമിലാണ് പരീക്ഷ നടത്തപ്പെടുക. ഇതുവരെ കഴിഞ്ഞ പരീക്ഷയുടെ ലിങ്കുകളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും. 1. 7-ാം അധ്യായത്തിലെ വാക്യങ്ങൾ എത്ര, തലക്കെട്ടുകൾ എത്ര? ഉത്തരം: വാക്യങ്ങൾ 53, തലക്കെട്ടുകൾ 6. 2. യേശു എവിടെയാണ് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാതിരുന്നത്? ഉത്തരം: യൂദായിൽ. 3. യഹൂദരുടെ ഏതു തിരുനാൾ സമീപിച്ചിരുന്നതായാണ് യോഹന്നാൻ 7:2 കാണുന്നത്? ഉത്തരം: കൂടാര തിരുനാൾ. 4. നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദായിലേക്ക് പോകുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനോട്. 5. നിന്റെ പ്രവൃത്തികൾ ആര് കാണേണ്ടതിനാണ് ഇവിടെ വിട്ടു പോകുക എന്ന് സഹോദരന്മാർ യേശുവിനോട് പറയുന്നത്? ഉത്തരം: ശിഷ്യന്മാർ കാണേണ്ടതിന്. 6. പരസ്യമായി അറിയപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. ആരുടെ വാക്കുകൾ? ഉത്തരം: യേശുവിൻ്റെ സഹോദരന്മാരുടെ. 7. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം: അവൻ്റെ സഹോദരന്മാർ. 8. അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് എവിടെയാണ് കാണുന്നത്? ഉത്തരം: യോഹന്നാൻ 7:5. 9. യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ എപ്പോഴും ഡാഷ് എന്താണ്? ഉത്തരം: അനുകൂലമായ സമയമാണല്ലോ. 10. യേശു തിരുനാളിന് പോകുന്നില്ല എന്ന് പറഞ്ഞതിന് കാരണമായി എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം: എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. 11. തിരുനാളിന് പോകാതെ യേശു എവിടെയാണ് താമസിച്ചത്? ഉത്തരം: ഗലീലിയിൽ. 12. യേശു എപ്പോഴാണ് തിരുനാളിന് പോയത്? ഉത്തരം: അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയ ശേഷം. 13. യേശു എങ്ങനെയാണ് തിരുനാളിന് പോയത്? ഉത്തരം: രഹസ്യമായി. 14. ആരാണ് തിരുനാളിൽ യേശുവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം: യഹൂദർ. 15. എന്ത് ചോദിച്ചുകൊണ്ടാണ് യഹൂദർ യേശുവിനെ തിരുനാളിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം: അവനെവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. 16. ആളുകൾ യേശുവിനെ പറ്റി എങ്ങനെയാണ് പലതും പറഞ്ഞിരുന്നത്? ഉത്തരം: രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. 17. ചിലർ യേശുവിനെ പറ്റി എന്തു പറഞ്ഞു? ഉത്തരം: അവൻ നല്ല ഒരു മനുഷ്യനാണ് എന്ന്. 18. അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: മറ്റു ചിലർ. 19. ആരെ ഭയന്നാണ് ജനങ്ങൾ യേശുവിനെ പറ്റി പരസ്യമായി ഒന്നും സംസാരിക്കാതിരിക്കാൻ ധൈര്യപ്പെടാതിരുന്നത്? ഉത്തരം: യഹൂദരെ ഭയന്ന്. 20. എപ്പോഴാണ് യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങിയത്? ഉത്തരം: തിരുനാൾ പകുതിയായപ്പോൾ. 21.
തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെയാണ് ചെന്ന് പഠിപ്പിച്ചു തുടങ്ങിയത്? ഉത്തരം, ദേവാലയത്തിൽ. 22. യേശു പറഞ്ഞു, എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല. പൂരിപ്പിക്കുക. ഉത്തരം, എന്നെ അയച്ചവന്റേതത്രേ. 23. ആരാണ് യേശുവിന്റെ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കുക? ഉത്തരം, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവർ. 24. സ്വമേധയാ സംസാരിക്കുന്നവൻ എന്താണ് അന്വേഷിക്കുന്നത്? ഉത്തരം, സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. 25. തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ ആരാണ്? അവനിൽ എന്തില്ല? ഉത്തരം, സത്യവാനാണ്, അവനിൽ അനീതിയില്ല. 26. ആര് നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ എന്നാണ് യേശു ചോദിക്കുന്നത്? ഉത്തരം, മോശ. 27. മോശ നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ, എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുന്നില്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, നിങ്ങളിൽ ആരും നിയമം പാലിക്കുന്നില്ല. 28. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല, പിന്നെ ആരിൽ നിന്നാണ്? ഉത്തരം, പിതാക്കന്മാരിൽ നിന്നാണ്. 29. മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ ഏത് ദിവസം പോലും പരിച്ഛേദനം സ്വീകരിക്കുന്നു? ഉത്തരം, സാബത്തു ദിവസം. 30. പുറമെ കാണുന്നതനുസരിച്ച് വിധിക്കാതെ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം, നീതിയായി വിധിക്കുവിൻ. 31. ഇവൻ തന്നെയാണ് ഡാഷ് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഉത്തരം, ക്രിസ്തുവാണെന്ന്. 32. ഇവൻ തന്നെയാണ് ക്രിസ്തുവാണെന്ന് ആര് അറിഞ്ഞിരിക്കുമോ എന്ന് ജെറുസലേം നിവാസികൾ ചോദിക്കുന്നത്? ഉത്തരം, അധികാരികൾ. 33. യേശു പറഞ്ഞത് കേട്ട് അവനെ ബന്ധിക്കാൻ ശ്രമിച്ചവർക്ക് അതിന് കഴിഞ്ഞില്ല. കാരണമെന്ത്? ഉത്തരം, അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല. 34. ജനക്കൂട്ടം യേശുവിനെ കുറിച്ച് പെറുപെറുത്തത് ആരാണ് കേട്ടത്? ഉത്തരം, ഫരിസേയർ. 35. ആരാണ് യേശുവിനെ ബന്ധിക്കുവാൻ സേവകരെ അയച്ചത്? ഉത്തരം, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. 36. അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഡാഷ് എന്ന് പറഞ്ഞിട്ട് താൻ എവിടേക്ക് പോകുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, അതിനുശേഷം ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് പോകും. 37. പൂരിപ്പിക്കുക. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഞാൻ ഡാഷ് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഉത്തരം, ആയിരിക്കുന്നിടത്ത്. 38. നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോകുക? ആരുടെ വാക്കുകളാണിവ? ഉത്തരം, യഹൂദർ പരസ്പരം പറഞ്ഞത്. 39. ആരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുത്ത് പോയി അവരെ പഠിപ്പിക്കാനായിരിക്കും എന്നാണ് യഹൂദർ യേശുവിനെ കുറിച്ച് പറഞ്ഞത്? ഉത്തരം, ഗ്രീക്കുകാരുടെ ഇടയിൽ. 40. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല എന്ന വചനത്തെക്കുറിച്ചുള്ള സംശയം ആരുടേതാണ്? ഉത്തരം, യഹൂദരുടെ. 41. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ഡാഷ് പൂരിപ്പിക്കുക. ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. 42. അതുവരെ ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് യോഹന്നാൻ 7:39 പറയാൻ കാരണം എന്താണ്? ഉത്തരം, യേശു അതുവരെയും മഹുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. 43. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്ന യേശുവിന്റെ വാക്കുകൾ കേട്ട ചിലർ എന്താണ് പറഞ്ഞത്? ഉത്തരം, ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന്. 44. മറ്റു ചിലർ എന്താണ് യേശുവിനെ പറ്റി പറഞ്ഞത്? ഉത്തരം, ഇവൻ ക്രിസ്തുവാണ്. 45. യേശുവിനെ കൊണ്ടുവരാഞ്ഞതിന് സേവകർ എന്ത് മറുപടിയാണ് കൊടുത്തത്? ഉത്തരം, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. 46. നിങ്ങളും വഞ്ചിതരായോ? ആര് ആരോട് ചോദിച്ചു? ഉത്തരം, ഫരിസേയർ സേവകരോട്. 47. ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? പൂരിപ്പിക്കുക. ഉത്തരം, അധികാരികളിലോ ഫരിസേയരിലോ. 48. നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം എങ്ങനെയുള്ളവരാണെന്നാണ് ഫരിസേയർ പറയുന്നത്? ഉത്തരം, ശപിക്കപ്പെട്ടവരാണെന്ന്. അവസാനത്തെ ചോദ്യം 49. ഓരോരുത്തരും എങ്ങോട്ട് പോയെന്നാണ് 7:53 കാണുന്നത്? ഉത്തരം, സ്വന്തം വീടുകളിലേക്ക് പോയി.